എനിക്ക് കുറഞ്ഞ ചിലവിൽ 1,00,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കി തന്ന ഒരു ഐറ്റാണ് കതിർക്കുല ഇല്ലനിറ നിറപുത്തിരി എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ഐറ്റം. ഇത് ഉണ്ടാക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നെല്ലിനെ ഒരു 6-7 കതിര് വെച്ചിട്ട് ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചെടുക്കാം. മുടി മെടയണത് താഴേക്കാണെങ്കിൽ ഇത് മെടയുന്നത് മുകളിലേക്കാണ് കേട്ടോ. മുടിയൊക്കെ മെടയാൻ അറിയുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കതിർക്കുല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. ജസ്റ്റ് ഇതിന് വേണ്ടി ഒന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ടൈറ്റ് ആയിട്ട് മെടഞ്ഞു കൊടുക്കുക. ഈ ഒരു ഭാഗമാണ് നമ്മുടെ കതിർക്കുലയുടെ ഹുക്കില്ലേ, ഹുക്കായിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് അത് മെടഞ്ഞ് ചുറ്റുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ വീടിന്റെ ഭാഗത്ത് പാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ. നമ്മുടെ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് മെഷീനില്ലേ, എല്ലാ ഭാഗത്തും ഒന്നും കൊയ്തൊന്നും വരില്ല. പാടത്തിന്റെ മൂലയിലൊക്കെ കുറച്ച് നെല്ലൊക്കെ ബാക്കി ഉണ്ടാവും. അതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു കുറച്ച് ഇതുപോലെ നീളത്തിൽ മെടഞ്ഞു കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു 6ഓ 5ഓ നെല്ലെടുത്തിട്ട് ഇതിന്റെ ഒപ്പം മെടഞ്ഞു കൊടുക്കുക. വീണ്ടും മെടഞ്ഞു കൊടുക്കുക. ഈ മെടയുമ്പോൾ ഇടതുഭാഗത്ത് 1 2 ഈ അറ്റത്തുള്ളത് ഒന്ന് വിട്ടു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ 5ഓ 6ഓ കതിരൊന്നും എടുത്ത് ഇതുപോലെ മെടയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ 1ഓ 2ഓ കതിരെടുത്തിട്ട് മെടയുക. 1ഓ 2ഓ കതിരെടുത്ത് മെടഞ്ഞാലും ഭംഗിക്ക് കുറവൊന്നും വരില്ല കേട്ടോ. ഭംഗി ഇതുപോലെ ഉണ്ടാവും. പിന്നെ വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ് 5ഓ 6ഓ കതിരെടുക്കുന്നത്. അപ്പോ ആദ്യം ഇത് ട്രൈ ചെയ്യുന്നവര് 1ഓ 2ഓ കതിരെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പൊ ഇക്കൊല്ലം കതിർക്കൊല ഉണ്ടാക്കിയതിന്റെ ബാക്കി നെല്ലാണിത്. അപ്പൊ ഇതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാന്ന് കരുതി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റ് ആയിട്ട് കതിർക്കൊല ഇങ്ങനെ മെടഞ്ഞു വരണം. ഇങ്ങനെ ലൂസായി ഇരിക്കാൻ പാടില്ല. ടൈറ്റ് ആയിട്ട് തന്നെ കതിർക്കൊല ഇതുപോലെ മെടഞ്ഞു വരണം. അപ്പോൾ നമ്മൾ കതിര് വെക്കുന്നതിന്റെ അനുസരിച്ച് ലെഫ്റ്റ് സൈഡില് കുറേശ്ശെ ഇങ്ങനെ നെല്ല് 2 3 വെച്ച് ഇങ്ങനെ വിട്ട് വരണം കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ നെല്ലും ഇതുപോലെ ടൈറ്റ് ആയിട്ട് മെടഞ്ഞിടാം. ഇത് മെടഞ്ഞി കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് നെല്ല് ബാക്കി, ഒരു വൈക്കോലിന്റെ തണ്ട് ബാക്കി വരും. ആ തണ്ട് നീളത്തില് മെടഞ്ഞിട്ടോ. അതെന്തിനാന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. ടൈറ്റ് ആയിട്ട് നീളത്തിൽ ഇതുപോലെ അങ്ങോട്ട് മെടഞ്ഞിട്ടോട്ടോ. കുറച്ചധികം വേണം. അത് നമുക്ക് ഇപ്പൊ ചെയ്തതിന്റെ നെല്ലിന്റെ തണ്ടില്ലേ, ആ തണ്ട് എടുത്തിട്ട് തന്നെ നമുക്ക് ഇതിന്റെ കൂടെ മെടഞ്ഞ് നമുക്ക് ഇതുപോലെ നീളത്തിൽ മെടഞ്ഞ് വെക്കാം. അപ്പൊ ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ വിട്ട് വന്നിട്ട് 1 2 കതിരിന്റെ തണ്ട് വീതം ഇങ്ങനെ വിട്ട് പോന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗം നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ കുറച്ചൊക്കെ ഭാഗമൊക്കെ അറ്റത്ത് നിന്നോണ്ട് ഇടാൻ കുഴപ്പമൊന്നുമില്ല. അത് മെടയുമ്പോൾ അതിന്റെ സൈഡിനുള്ളിലേക്ക് പോയിക്കോളും. അത്യാവശ്യം അരുവത്തോടെ ചേർന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോ ഈ മെടഞ്ഞു വെച്ചതുമ്മ കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മള് ചെയ്തു വെച്ചതിന്റെ ഫൈനൽ റിസൾട്ട്. ഇനി ഞാനിത് ചുറ്റാനായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് വിട്ടായിരുന്നില്ലേ, ആ ഒരു വശം ഒരു ഇതുപോലെ ഹുക്കിന്റെ രീതിയിൽ ഒന്ന് മടക്കി പിടിക്കുക. പിന്നെ ബാക്കിയുള്ള നെല്ല് പതുക്കേനെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. അപ്പൊ ഇനി ഇങ്ങനെ ചുറ്റിനന്റെ ഇടയില് നെല്ലുകള് തമ്മിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണെങ്കിൽ അത് കൈകൊണ്ട് ജസ്റ്റ് നേരെയാക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് സിമ്പിൾ പരിപാടിയാണ്, ആർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ എക്സ്ട്രാ കയറോ വേറെ ഇതിനൊന്നും ആവശ്യമില്ല. ഇത് വൈക്കോലും ഈ നെല്ലിന്റെ ഇതും വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന പരിപാടിയേ ഉള്ളൂ ഇത്. വലിയ കതിർക്കൊലയുടെ കുള്ളിലേ ഞാൻ ചെറിയ പ്ലാസ്റ്റിക് കയർ ഇട്ടിട്ട് മെടയാറുണ്ട് കേട്ടോ. ഒരു 48 ഇഞ്ച് 56 ഇഞ്ചിന്റെ ഒക്കെ കതിർക്കൊലൊക്കെ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ മെടയാറ്. ഞാൻ വൈക്കോലിന്റെ തണ്ട് കുറച്ചധികം ചുറ്റിയത് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായി. ഇതിന് ചുറ്റും ഒന്ന് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിന് കുറച്ച് നല്ല ഭംഗി കിട്ടും കേട്ടോ.
കുറച്ചധികം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രസം ഉണ്ടായിരിക്കും കാണാനായിട്ട്. ഇപ്പം ഞാൻ ഫ്ലെക്സി ക്യുക്ക് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കാറ്. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഒട്ടിക്കോളും. നല്ല പശയാണ്. പിന്നെ അധികം അഴിഞ്ഞങ്ങനെയൊന്നും വന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ചുറ്റും ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അടിയിൽ എക്സ്ട്രാ നിൽക്കുന്ന നെല്ലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. സംഭവം പൊളിയായിട്ടില്ലേ? ഞാൻ ഉണ്ടാക്കിയ കതിർക്കൊലകളുടെ ഫോട്ടോസ് ആട്ടോ ഇത്. അപ്പോൾ നെല്ല് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.